ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈടെക് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കണേ ഒരു ഈസി കുക്കിൻ്റെ ഒരു പ്രോബ്ലമായിട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ല, ഇപ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക, ഈ പാനിൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് 900-ൽ നിന്ന് 1200-ലേക്ക് ആവുക, അതുപോലെ ഓഫ് ആവുക, അങ്ങനെ പല പ്രശ്നങ്ങളും പാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കംപ്ലൈൻ്റാണ് ഈ പാനലുമായിട്ട്. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതിനുള്ളൊരു പരിഹാര മാർഗ്ഗങ്ങളും മറ്റുമാണ്. അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിൻ്റെ വെള്ളമൊക്കെ കയറി ആകതായതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടിന്നറില്ലേ, ടിന്നർ എടുത്തിട്ട് ഒരു ബ്രഷും ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ആദ്യം നമ്മൾ ഈ കറകളൊക്കെ, വെള്ളം ഇറങ്ങിയ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഇതുപോലെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. ഇത് വെള്ളം ഇറങ്ങാനുള്ള കാരണമുണ്ട്, വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം കയറിയതെന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്, അതിൻ്റെ കാരണങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാനും ശ്രമിക്കുക. അതുപോലെ ഇങ്ങനത്തെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നിങ്ങളിലേക്ക് ലഭിക്കാൻ നമ്മളെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇങ്ങനത്തെ പുതിയ പുതിയ അറിവുകളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാം. എന്നിട്ടും ക്ലീൻ ചെയ്തിട്ടും ഇത് പഴയതുപോലെ ആവണം. അപ്പോൾ ക്ലീൻ ചെയ്ത് ഉണങ്ങാനൊക്കെ കാത്തിരുന്നു. അപ്പോൾ അത് പഴയതുപോലെ തന്നെ. അപ്പോൾ ഈ കണക്ടർ, അതായത് ഈ പിന്നെ ഇതും ഇതുപോലെ തന്നെ വെള്ളമൊക്കെ കയറി ഇങ്ങനെ ഇതൊക്കെ പിടിച്ച് ഇതിനുള്ളിൽ ചെറിയ രീതിയിൽ ഫംഗസ് ഇതൊക്കെ ഉണ്ട്, ചെറിയൊരു പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് പുതിയതൊന്നുണ്ട് മാറ്റി, നമ്മളെ കയ്യിലുണ്ട് പുതിയൊരു കണക്ടർ ഉണ്ട്. അപ്പോൾ ഈ വയറ് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ പുതിയതൊന്ന് വെച്ച് നോക്കാം. എന്നിട്ട് എന്താ നോക്കാം നമ്മൾ. അപ്പോൾ അത് പഴയതെടുത്തിട്ടുണ്ടോ, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ തന്നെ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് അറിയില്ല, ക്യാമറയിൽ ഇതാ കണ്ടോ, ഉള്ളിലൊക്കെ കണക്ഷൻ കിട്ടാത്ത പ്രശ്നമൊക്കെ വരുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പാനൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. മെയിൻ ബോർഡിൽ നിന്നുള്ള സിഗ്നലും ഡാറ്റകളൊക്കെ മിസ്സാകുമ്പോഴൊക്കെ ഇങ്ങനെ ഓഫ് ആവലും ഓൺ ആവലും അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പുതിയ ഒരു ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് പുതിയതൊന്ന് വെച്ചിക്കാണ്ട് നമുക്ക് സ്ഥിതി നോക്കാം. ചില ഇത് ടിന്നർ ഉപയോഗിച്ചാൽ തന്നെ റെഡി ആവലുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. കാരണം വെള്ളത്തിൻ്റെ ഈർപ്പങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഇതുമിലൊന്ന് ശ്രമിച്ച് നോക്കുക. ഇപ്പോൾ നമ്മളിത് പുതിയ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സോൾഡർ ചെയ്ത് ഇതെടുക്കാം കേട്ടോ. അങ്ങനെ സോൾഡർ ചെയ്ത് ഒക്കെ എടുത്തു. ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, സോൾഡർ ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഓണാക്കി നോക്കട്ടോ. കണ്ടോ, ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ബ്ലിങ്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ സാധനം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ബോർഡൊന്ന് ക്ലീൻ, ടിന്നർ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. അതിനുശേഷം വല്ല സ്വിച്ചും ബട്ടണുകളൊക്കെ ഇതൊക്കെ പ്രസ് ചെയ്യുമ്പോൾ വേറെ രീതിയിലോട്ടൊക്കെ പോവുകയായിരുന്നു. അങ്ങനെ ഒന്നാറെ ബ്ലിങ്കിങ്ങും കാര്യങ്ങളും ഓട്ടോമാറ്റിക് മാറലൊക്കെ ആയിരുന്നു. ഇപ്പോൾ സാധനം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വയർ കൂടി മാറ്റിയപ്പോൾ സാധനം ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം ഇതാ, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ ലീക്ക്. അപ്പോൾ ആ ഭാഗത്തൂടെ, പവർ സ്വിച്ചിൻ്റെ കൂടെയും മറ്റുള്ള ഭാഗത്തിലൂടെയൊക്കെ ഇത് വെള്ളം ലീക്ക് ചെയ്യണം. നേരെ പാനലിൻ്റെ ഇതിലോട്ടാണ് ഇത് ഇറങ്ങുന്നുണ്ട്. അപ്പം ഇത് ഇളകിയതാണ്. സ്റ്റിക്കർ ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇളകിക്കണം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ വെക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിളച്ച് മറിയണ സമയത്ത്, ഒരു കഴിക്കണ സമയത്തൊക്കെ ഇതിലൂടെ വെള്ളം ലീക്ക് ചെയ്യും. അപ്പം ഇതൊക്കെ ആദ്യം സർവീസ് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒട്ടിച്ച് ഇതാക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകരം പാർട്ടിക്കൊരു പുതിയത് വെച്ച് കൊടുക്കണം കേട്ടോ. പുതിയതല്ല, സോറി, ഒരു സെക്കൻഡ് ഹാൻഡ് നമ്മളെ കയ്യിലുള്ളതായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ അടിയിലൊക്കെ അതിൻ്റെ കംപ്ലൈൻറ്റ് തന്നെയാണത്. അപ്പോൾ നമ്മൾ ഒരു വയറൊന്ന് പൊട്ടിക്കാൻ നിന്നിട്ടില്ല. എൻ്റെ കയ്യിൽ പഴയ ഒരുപാട് ഉണ്ടായതുകൊണ്ട് ഞാനത് അവർക്ക് വെച്ച് കൊടുക്കാന്നുള്ളൂ. അപ്പോൾ ആദ്യം അതൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനത്തതൊക്കെ ലീക്കാകേണ്ട കാരണങ്ങളൊക്കെ, ആ തടസ്സങ്ങളൊക്കെ നീക്കിയതിന് ശേഷം മാത്രം ബോർഡ് നിങ്ങൾ പിടിപ്പിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ വീണ്ടും ലീക്കായി ബോർഡ് പാനലൊക്കെ ഷോർട്ടാവാൻ സാധ്യത ഉണ്ട്.
സ്ക്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി ഹൈടെക് മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാധനം ഇപ്പോൾ പക്ക കണ്ടീഷനാണ്. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.